അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോണത് നമുക്ക് എങ്ങനെ ക്യാപ് കട്ട് പി സിയിൽ നമുക്ക് ക്യാപ് കട്ട് എങ്ങനെ യൂസ് ചെയ്യാം, പ്രോ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാധാരണ ക്യാപ് കട്ട് നോർമലി ഓപ്പൺ ചെയ്യണ പോലെ VPN ഒക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യണം. ഒക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു, ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിലൊരു ന്യൂ വീഡിയോ, ഓക്കെ, ഒരു ബസ്സിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നോർമൽ ഇതൊന്നും അങ്ങനെയല്ല, എന്നാലും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യില്ലേ, അങ്ങനെ നമുക്കത് ചെയ്യാം. കുറേ പ്രോ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊള്ളാവും, എന്നാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തന്നെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാം. ഓക്കെ ഓക്കെ എന്നിട്ട് നമ്മളതിൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇങ്ങനെ ഇതൊക്കെ പ്രോ ആയിട്ടുള്ളതാണ്, അതൊന്നും നമുക്കത് കിട്ടില്ല എന്ന് പറയും. അത് നമ്മൾ ബാക്ക് ടു എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ മോഡിഫൈ എന്ന് കാണും. മോഡിഫൈ കൊടുക്കുക. അതിൽ നമ്മൾ 30 FPS ഫ്രെയിം റേറ്റ് 30 FPS എന്നാവും കാണുക. അത് നമ്മൾ മാറ്റിയിട്ട് 60 FPS കൊടുക്കണം. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ ഫ്രെയിം റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടൈം ലൈനിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് റേഞ്ച് കൊടുത്തിട്ട് റെൻഡർ കൊടുത്തിട്ട് ഹോൾ ടൈം ലൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ മുകളിൽ ഇവിടെ റെൻഡറിങ് കാണാം. ഓക്കെ, റെൻഡർ ആയിട്ട് ഇനി നമ്മൾ എല്ലാം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പ്രീ പ്രോസസ്സ് കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെയും പ്രോസസ്സ് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയും പ്രോസസ്സ് ആയിട്ട് ഇനി നമ്മൾ ക്യാപ് കട്ടിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയ സ്ക്രീനാക്കുക, ചെറിയ സ്ക്രീനാക്കുക. എന്നിട്ട് വിൻഡോസ് +R കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആപ്പ് ഡാറ്റ കൊടുക്കുക. അപ്പോൾ ലോക്കലിന് വരും. അതിൽ നമ്മൾ ക്യാപ് കട്ട് കൊടുക്കുക, യൂസർ ഡാറ്റയിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രൊജക്ട്സിലേക്ക് പോവുക, ഡ്രാഫ്റ്റ് കൊടുക്കുക വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ കാണും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക, പേര് നമ്മൾ നോട്ട് ചെയ്തോളാം കേട്ടോ. അതിൽ റിസോഴ്സസിൽ കൊടുക്കുക, എന്നിട്ട് അതിൽ കോമ്പിനേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇനിയിപ്പോൾ ഇത് മിനിമൈസ് ചെയ്യുക. വീഡിയോ നമ്മൾ ഇവിടേക്ക് ഇടുക. ഓക്കെ 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 അപ്പോൾ നമ്മളത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇവിടേക്ക് ഇടുക. നേരത്തെ ക്യാപ് കട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ കണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൗണ്ട് ഓഫ് ചെയ്തിടാം, അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ കോപ്പി റൈറ്റ് വരും. സൗണ്ട് ഓഫ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാം. ഉള്ള അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും അത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു. ഇത് എന്തായാലും 100% വർക്കാവുന്ന ഒരു ട്രിക്കാണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.